ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള അഭിപ്രായവ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കും നിരവധി കാരണങ്ങളുണ്ട്. പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ചെലവ് ബില്ലിനെക്കുറിച്ചുള്ള വിയോജിപ്പ്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപിന്റെ പുതിയ ബഡ്ജറ്റ് ബില്ലിനെ, പ്രത്യേകിച്ച് അതിന്റെ വർദ്ധിച്ച ചെലവുകളെയും ഫെഡറൽ കമ്മിയിലെ വർധനവിനെയും മസ്ക് അതിരൂക്ഷമായി വിമർശിച്ചു. ഈ ബിൽ അരോചകമായ ദുരന്തം, ഡിസ്കസ്റ്റിംഗ് അബോമിനേഷൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ ബിൽ ട്രംപിന്റെ പ്രധാന നിയമനിർമ്മാണ മുൻഗണനകളിൽ ഒന്നായിരുന്നു. ഇലക്ട്രിക് വാഹന സബ്സിഡികൾ. ട്രംപിന്റെ ബില്ലിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ ഇല്ലാതാക്കുന്നുണ്ട്. ഇത് ടെസ്ലയുടെ ബിസിനസിനെ നേരിട്ട് ബാധിക്കും. ഇത് മസ്കിന് വലിയ അതൃപ്തിയുണ്ടാക്കി. ജാരഡ് ഐസക്മാന്റെ നോമിനേഷൻ. നാസയുടെ അഡ്മിനിസ്ട്രേറ്ററായി മസ്കിന്റെ അടുത്ത സഖ്യകക്ഷിയായ ജാരഡ് ഐസക്മാനെ ട്രംപ് നോമിനേറ്റ് ചെയ്യുന്നത് പിൻവലിച്ചു. ഇത് മസ്കിനെ പ്രകോപിപ്പിച്ചു. എപ്സ്റ്റീൻ ഫയലുകൾ. ട്രംപിന്റെ പേര് ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടെന്നും അതുകൊണ്ടാണ് ആ ഫയലുകൾ പൂർണ്ണമായി പുറത്തുവിടാത്തതെന്നും മസ്ക് തെളിവുകളില്ലാതെ ആരോപിച്ചു. പിന്നീട് അദ്ദേഹം ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പരസ്പരമുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പരസ്പരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി. ട്രംപ് മസ്കിനെ ബി ഇൻടു ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചപ്പോൾ ട്രംപ് സ്ഥാനമൊഴിയാൻ സമയമായെന്ന് മസ്ക് പ്രതികരിച്ചു. സർക്കാർ കരാറുകളും സബ്സിഡികളും. മസ്കിന്റെ കമ്പനികളായ ടെസ്ലയ്ക്കും സ്പേസ് എക്സിനും ലഭിക്കുന്ന സർക്കാർ സബ്സിഡികളും കരാറുകളും റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. സർക്കാർ കാര്യക്ഷമതാ വകുപ്പിലെ ഡോജി പങ്ക്. ട്രംപ് ഭരണകൂടത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡോജി എന്ന വിഭാഗത്തിന്റെ തലവനായി മസ്ക് പ്രവർത്തിച്ചിരുന്നു. ഈ പദവിയിൽ നിന്ന് അദ്ദേഹം മാറിയതിനു ശേഷവും ബഡ്ജറ്റ് ബില്ലിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടർന്നു. ശാരീരിക ഏറ്റുമുട്ടൽ ആരോപണം. ഒരു റിപ്പോർട്ടനുസരിച്ച് ഓവൽ ഓഫീസിനടുത്തുവച്ച് മസ്കും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും തമ്മിൽ ശാരീരിക ഏറ്റുമുട്ടലുണ്ടായി. ഇത് ട്രംപ് മസ്ക് തർക്കത്തിന് കാരണമായെന്നും പറയപ്പെടുന്നു. ഈ വിഷയങ്ങളെല്ലാം ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയും പരസ്യമായ തർക്കങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു.